بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين الفائزين برضا الله. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കൂട്ടുകാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മയ്യിത്ത് നിസ്കാരം വളരെ ഹ്രസ്വമായ രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സും പരീക്ഷയും നടക്കുമ്പോൾ അവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത്. എല്ലാവരും കേൾക്കുകയും ഇത് പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് വളരെ ബന്ധപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഇമാമത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കേണ്ടത്. അതിനു വേണ്ട കഴിവും പ്രാപ്തിയും നമുക്കുണ്ടായിരിക്കണം. വളരെ ലളിതമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു നിസ്കാരമാണ് മയ്യിത്ത് നിസ്കാരം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മയ്യിത്ത് നിസ്കാരം എന്നുള്ളത്. ആ മയ്യിത്ത് നിസ്കാരത്തിന് ശുദ്ധി ചെയ്യേണ്ടതുണ്ട്. മയ്യിത്തിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് കിടത്തുക. നിസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നിർബന്ധമായിട്ടും അത് ചെയ്തിരിക്കണം. 4 തക്ബീറുകളാണ് ഈ മയ്യിത്ത് നിസ്കാരത്തിനുള്ളത്. മറ്റുള്ള നിസ്കാരങ്ങളെപ്പോലെ റുക്കുവോ സുജൂദോ ഇത്തിദാലോ ഇല്ലാത്ത നിസ്കാരമാണ്. അപ്പോൾ നിയ്യത്ത് ചെയ്യുക. ഉസല്ലി ഫർദ് അലാ ഹാദൽ മയ്യിത്തി 4 റക്അത്ത് മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല മഅൽ ഇമാമി. ഈ മയ്യിത്തിന്റെ മേലുള്ള ഫർദ് നിസ്കാരം ഞാൻ ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു എന്നു നിയ്യത്തു കരുതുക. അതിൻ്റെ ശേഷം 1-ാം തക്ബീർ ചൊല്ലുക, അല്ലാഹു അക്ബർ. നമ്മൾ സാധാരണ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്നത് പോലെ 2 കൈയും ചുമലിൻ്റെ നേരെ ഉയർത്തി നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിൽ നാം വെക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഓരോ തക്ബീറുകൾക്കിടയിലും കൈ വെക്കേണ്ടത്. അങ്ങനെ 1-ാം തക്ബീർ കഴിഞ്ഞതിൻ്റെ ശേഷം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക. നമുക്കറിയാം, സൂറത്തുൽ ഫാത്തിഹ എല്ലാ നിസ്കാരങ്ങളിലും നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാറുണ്ട്. അതുപോലെ സൂറത്തുൽ ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞാൽ 2-ാം തക്ബീർ ചൊല്ലുക, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇവിടെ കൈവച്ചതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്താണ് ചൊല്ലേണ്ടത്. ഇബ്രാഹീമിയ സ്വലാത്താണ് ചൊല്ലേണ്ടത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലിയാൽ ഉടനെ 3-ാമത്തെ തക്ബീർ ചൊല്ലണം. 3-ാമത്തെ തക്ബീറിന് ശേഷം മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുക. اللهم اغفر له وارحمه واعف عنه وعافه واكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الابيض من الدنس وابدله دارا خيرا من داره واهلا خيرا من اهله وزوجا خيرا من زوجه ادخله الجنه واعيذه من عذاب القبر വഫിത്നതിഹി വമിൻ അദാബിൻ നാർ. ഇങ്ങനെയാണ് പുരുഷന്മാരുടെ മയ്യിത്താണെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത്. സ്ത്രീയാണെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറയുന്നിടത്ത് അല്ലാഹുമ്മ ഗഫിർ ലഹാ വർഹംഹാ വഅഫു അൻഹാ വആഫിഹാ എന്ന് തുടർന്നുള്ള ദിക്റിലൊക്കെ ആ ഹു എന്ന് പറയുന്നിടത്ത് ഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ആ പ്രാർത്ഥന കഴിഞ്ഞാൽ 4-ാമത്തെ തക്ബീറിന് വേണ്ടി തക്ബീർ ചൊല്ലുക, അല്ലാഹു അക്ബർ
അതിൻ്റെ ശേഷവും ചെറിയ പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് പറഞ്ഞുകൊണ്ട് സലാം വീട്ടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇങ്ങനെ സലാം വീട്ടിയാൽ മയ്യിത്ത് നിസ്കാരം അവസാനിച്ചു. ഈ രീതിയിൽ നാം നിസ്കരിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നതാണ്. വളരെ ലളിതമായിട്ട് പഠിക്കാൻ കഴിയുന്ന നിസ്കാരമാണിത്. ഇതിൻ്റെ ഇടയിൽ ചെല്ലുന്ന ദിക്റുകളൊക്കെ നാം പഠിക്കണം. അല്പം കുറച്ച് കൂടുതലുണ്ടെങ്കിലും ആ ദിക്റ് ചൊല്ലി പഠിച്ചാൽ അങ്ങനെ പഠിച്ചുകൊണ്ട് ആ നിസ്കാരം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി നമുക്ക് നിസ്കരിക്കാൻ കഴിയണം. അള്ളാഹു മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.